ഹലോ. മൗനരാഗം സീരിയലിൽ അടുത്താഴ്ച കോടതി മുറിയിൽ നടക്കുന്ന ചില വാഗ്വാദങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം കേട്ടോ. കാരണം ഞാൻ പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യൂ, ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോസ് പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചു ചാനലിനെ വലിയ ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങളുടെ കൂടി സഹകരണം നമുക്ക് ആവശ്യമാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രകാശനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രകാശൻ ജഡ്ജിനോട് പറയുകയാണ്, ഇവളുടെ സ്വഭാവം വളരെ മോശമാണ്. ഇവളൊരു 6-7 വയസ്സായപ്പോൾ തന്നെ ഇവളുടെ ഒരു വൃത്തികെട്ട സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ലോകത്തുള്ള എല്ലാ ആൺപിള്ളേരെയും വളച്ച് കയ്യിലാക്കും. മാത്രമല്ല വായ തുറന്ന നുണ മാത്രമേ ഇവൾ പറയുള്ളൂ. ഇവളോട് ഒരുപാട് തവണ ഞാനും എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൾ സ്വഭാവം മാറ്റാനായിട്ട് തയ്യാറായില്ല. പിന്നെ എനിക്ക് ഇവളെ വെറുത്തു. അങ്ങനെ ഞാൻ ഇവളെ ഉപേക്ഷിക്കുകയായിരുന്നു. സ്വഭാവദൂഷ്യമുള്ള പെൺകുട്ടികളെ എങ്ങനെയാണ് ഒരച്ഛൻ സ്നേഹിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും കല്യാണിക്ക് ആകെ കൂടെ സങ്കടം വരികയാണ്. കല്യാണി പറയുകയാണ്, ഈ പറയുന്നതെല്ലാം നുണയാണ് ജഡ്ജി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ജഡ്ജി പറയുകയാണ്, ഇപ്പോൾ ഇയാളുടെ സമയമാണ്, ഇയാൾ സംസാരിക്കട്ടെ, അതിനുശേഷം കുട്ടിക്ക് ടൈം തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇയാൾ പറയുകയാണ്. പിന്നീടാണെങ്കിൽ ഇവൾ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഒരച്ഛനല്ലേ ഞാൻ, എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇവളെൻ്റെ മകളാണല്ലോ. അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കല്യാണാലോചനകൾ ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവളാണെങ്കിലോ സാധാരണക്കാരെ ഒന്നും കല്യാണം കഴിക്കാൻ തയ്യാറല്ല. ഞാനൊരു പണക്കാരനെ, അത് കോടീശ്വരനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു നടന്നു. ആ സമയത്താണ് കിരൺ അവിടെ വരുന്നതും കിരണിനെ പരിചയപ്പെടുന്നതും കിരണിനെ വളച്ച് അവൾ കയ്യിലാക്കുന്നതും. അങ്ങനെയാണ് കിരണുമായിട്ടുള്ള കല്യാണം നടക്കുന്നത്. അവളൊരു പാൽക്കാരിയായിട്ടാണ് ആദ്യം കിരണിൻ്റെ ഓഫീസിൽ കയറിക്കൂടിയത്. പിന്നീട് പതിയെ അവനെ ഓരോന്നൊക്കെ പറഞ്ഞു, ഓരോ രീതിയിൽ ഓരോന്ന് കാണിച്ചുമൊക്കെ മയക്കി അവനെ കല്യാണം കഴിക്കുകയായിരുന്നു എന്ന് പറയാട്ടോ. വലിയൊരു പണക്കാരനെ വിവാഹം ചെയ്തതിന് ശേഷം ഇവൾക്ക് അഹങ്കാരവും കൂടി. പിന്നീട് അച്ഛനെയാണെന്നോ അല്ലെങ്കിൽ അച്ഛനാണെന്നോ മുത്തശ്ശിയാണെന്നോ ഒന്നും ഇവൾ നോക്കാറില്ല. ഞങ്ങളോടൊക്കെ വിരോധം മാത്രമേ ഇവൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളെ ഏത് രീതിയിലും ദ്രോഹിക്കണം എന്ന് മാത്രമേ ഇവൾ പിന്നെ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ മോൻ്റെ പേരിൽ ഈ ഒരു തരത്തിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതും. ഇത് തന്നെയാണ് പണ്ട് തൊട്ട് അവൾ കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മോനെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി, എൻ്റെ മോനെ മാത്രമല്ല ഞങ്ങളെ എല്ലാവരെയും ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി അവൾ ദ്രോഹിക്കുമായിരുന്നു. ഇതൊന്നും അല്ലാതെ തന്നെ ഇതിന് പുറമേ അവൾക്ക് മോഷണവും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് കല്യാണി ഇരിക്കുന്നുണ്ടെങ്കിലും കല്യാണി പ്രതികരിക്കുന്നില്ല. കാരണം അവസരം വരുമല്ലോ, ആ സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അടുത്തതായിട്ട് വിസ്തരിക്കാനായിട്ട് വിക്രത്തെ കയറ്റാണ്. വിക്രവും ഇതുപോലെ തന്നെ പറയുകയാണ്, ഇവൾ മോഷ്ടിക്കുമായിരുന്നു, ചെറുപ്പം മുതലേ മോഷ്ടിക്കുമായിരുന്നു. അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഇവൾ മോഷ്ടിച്ചെടുക്കുമായിരുന്നു. പിന്നെ ഇവളെ പഠിപ്പിക്കാൻ വിടാതിരുന്നത്, ഇവള് വിട്ട കാലം വരെ അവിടെ അടിയും ബഹളം തന്നെയായിരുന്നു. ആരും ഇവള് മര്യാദക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല. കുട്ടികളോടൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ സഹി കെട്ടാണ് എൻ്റെ അച്ഛൻ ഇവളുടെ പഠിത്തം നിർത്തിയത്. എങ്ങനെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള മോളെ പഠിക്കാൻ വിടും? അല്ലാതെ അച്ഛൻ മനഃപൂർവ്വമൊന്നും അങ്ങനെ ചെയ്തതല്ല. അങ്ങനെ അതിന് ശേഷം സാക്ഷികളൊക്കെ വിസ്തരിക്കുകയാണ്. അവരും അനുകൂലമായിട്ട് തന്നെയാണ് സാക്ഷി പറയുന്നത്. കാരണം വിക്രം കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറയുകയാണ്. ഈ ചെറുക്കൻ വെറുതെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണ് വന്ന് അടിക്കുകയായിരുന്നു. ഈ ചെറുക്കൻ തിരിച്ചൊന്നും ചെയ്തില്ല, ഒരു കാര്യമില്ലാതെയാണ് അടിച്ചത്, യാതൊരു പ്രകോപനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കല്യാണിയും കിരണവും ഒക്കെ അക്ഷമരായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സോണിയും ഇരിപ്പുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ വിസ്താരം കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കല്യാണിയുടെ ഊഴം വരികയാണ്. അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഏത് വക്കീലാണ് ഹാജരായിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി പറയുകയാണ്, എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വാദിക്കുന്നത്, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, അപേക്ഷയാണ്, എന്നെ തള്ളിക്കളയരുതെന്ന് നമ്മുടെ ജഡ്ജിനോട് പറയുകയാണ്. അപ്പോൾ ജഡ്ജി പറയുകയാണ്, ആയിക്കോട്ടെ, നിങ്ങൾ വാദിച്ചോളൂ, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ നിങ്ങളത് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അതേസമയം തന്നെ വിക്രത്തിനും പ്രകാശനും സമാധാനമാണ്. കാരണം കല്യാണിക്കാണെങ്കിൽ വലിയ പഠിപ്പൊന്നുമില്ല. പിന്നെ ഇവരുടെ പ്രഗത്ഭനായിട്ടുള്ള വക്കീലും ഇവരുടെ കൂടെയുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും കല്യാണി തോറ്റുപോകും എന്നുള്ളൊരു രീതിയിലാണ് ഇവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സമാധാനമായിട്ടിരിക്കുകയാണ്, സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയുകയാണ്, എനിക്ക് ആദ്യം വിസ്തരിക്കേണ്ടത് പ്രകാശനെയാണെന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ പ്രതിക്കൂട്ടിൽ കയറ്റുകയാണ്. അപ്പോൾ പ്രകാശനോട് കല്യാണി ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ പേരെന്താണ്?
അപ്പോഴത്തേക്കും പ്രകാശൻ ചോദിക്കണം, എൻ്റെ പേര് നിനക്കറിയില്ലേ? അപ്പോഴത്തേക്കും ജഡ്ജി പറയാണ്, ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയണം, ഇത് കോടതിയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പറയാണ്, എൻ്റെ പേര് പ്രകാശൻ എന്ന് പറയാണ്. അല്ല, നിങ്ങൾക്ക് പെൺകുട്ടികളോടൊക്കെ വളരെയധികം വിരോധമാണ് എന്നത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രകാശൻ പറയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയാണ്, അങ്ങനെയല്ലല്ലോ, നിങ്ങളുടെ മകന് ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രകാശൻ പറയും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വെറുതെ നുണ പറഞ്ഞ് സമയം കളയണ്ട. നിങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നുള്ളത് ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വേണമെങ്കിൽ സാക്ഷികളെ ഞാൻ കൊണ്ടുവരാം. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ എണ്ണി ഞാനിവിടെ പറയാം. ഞാൻ ജനിച്ചപ്പോൾ ഇയാൾ കരുതിയത് ഞാൻ ആൺകുട്ടിയാണെന്നാണ്. ഞാൻ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എന്നെ കൊല്ലാനായിട്ടുള്ള തീരുമാനമാണ് ഇയാൾ എടുത്തത്. ഇയാളുടെ അമ്മയും കൂടെ ചവിട്ടുകൂണയിലാണ് എന്നെ ഉപേക്ഷിച്ചത്. പ്രകാശനാണെങ്കിൽ ഇതെല്ലാം നിഷേധിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ കല്യാണി പറയുകയാണ്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, വെറുതെ വേണ്ട. അങ്ങനെ കല്യാണി ജനിച്ച സമയത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടറും നേഴ്സും അങ്ങനെയുള്ള ഒരുപാട് സാക്ഷികളെ തെളിവുകളെ നമ്മുടെ കല്യാണി അവിടെ നിർത്തുകയാണ് കേട്ടോ. പിന്നെ പ്രകാശന് ഒന്നും തന്നെ തിരുത്തി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കല്യാണി പ്രകാശനെ ലോക്ക് ചെയ്യുകയാണ്. കുട്ടിക്കാലം മുതൽ ഇയാളുടെ ക്രൂരതയ്ക്ക് പാത്രമായവളാണ് ഞാൻ. എനിക്ക് ഒരു നേരം മാത്രമാണ് ഇയാൾ ഭക്ഷണം തന്നിട്ടുള്ളൂ. എൻ്റെ അമ്മ എങ്ങാനും ഇയാൾ അറിയാതെ ഭക്ഷണം തന്നാൽ ഇയാൾക്കത് കണ്ടുപിടിച്ചാൽ അതിൽ മണ്ണ് വരെ വാരിയിട്ട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കേട്ടിരിക്കുന്നവർക്കും ജഡ്ജിനും ഒക്കെ വിഷമം വരികയാണ് കേട്ടോ. അങ്ങനെ കുട്ടിക്കാലം വളരെ ക്രൂരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ആരെങ്കിലും വരുമ്പോൾ എന്നോട് ഒളിച്ചു നിൽക്കാനാണ് ഇയാൾ പറഞ്ഞിരുന്നത്. എങ്ങാനും ആരെങ്കിലും വരുന്നവർ കണ്ടുപോയാൽ എന്നെ അയാൾ പറയും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന്. അത്ര പോലും മകളായിട്ട് എന്നെ അന്നും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല. എത്രയോ ക്രൂരതകൾ എന്നെ എത്രയോ തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു, എത്രയോ ഉപദ്രവിച്ചിരിക്കുന്നു. പഠിക്കാൻ പോലും നേരെ ചെവി വിട്ടിട്ടില്ല. അല്ലാതെ ഇവൻ പറയുന്നത് പോലെ സ്കൂളിൽ ചേർത്ത് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം എന്നെ പറഞ്ഞു വിട്ടതൊന്നുമല്ല. അതിനുള്ള തെളിവും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. മാത്രമല്ല, ഞാനൊരു സ്വഭാവദൂഷ്യക്കാരിയാണെന്ന് അച്ഛനും മകനും പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. എങ്കിൽ അങ്ങനെ ഞാനൊരു സ്വഭാവദൂഷ്യക്കാരിയാണെങ്കിൽ ആ ചെറുപ്പക്കാരാരാണ്? എൻ്റെ പിന്നാലെ നടന്നതും ഞാൻ പിന്നാലെ നടന്നതുമായിട്ടുള്ള ആ ചെറുപ്പക്കാർ ആരെങ്കിലും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ എൻ്റെ ഭർത്താവാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വളച്ച് കയ്യിലെടുത്തതാണെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പറയട്ടെ ഞാൻ അങ്ങനെയാണോ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത സീനിൽ വിക്രത്തെ പ്രതിക്കൂട്ടിക്കയറ്റുകയാണ്. അപ്പോൾ വിക്രം കയറി നിൽക്കുകയാണ്. അതേസമയം തന്നെ കല്യാണി വളരെ കോൺഫിഡൻസോടുകൂടി പറയാണ്, ഇവൻ്റെ പേരിൽ നേരത്തെയും ഒരു കേസ് ഉണ്ടായിരുന്നു, അതിനും ഇവനെ ഇവിടെ ഇതേ കോടതിയിൽ തന്നെ ഹാജരാക്കിയിരുന്നു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജഡ്ജി പറയാണ്, ഞാൻ ഓർക്കുന്നു, ഒരു മാല പൊട്ടിച്ച കേസല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ വിക്രം പറയാണ്, ഞാനൊന്നും മാല പൊട്ടിച്ചിട്ടില്ല, ആ പെൺകുട്ടി പറഞ്ഞല്ലോ ഞാൻ മാല പൊട്ടിച്ചിട്ടില്ല എന്ന്. അപ്പോഴത്തേക്കും കല്യാണി പറയണം, അന്ന് ആ കുട്ടി അങ്ങനെ പറഞ്ഞു, അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. പക്ഷേ സത്യാവസ്ഥ പറയാനായിട്ട് ആ പെൺകുട്ടി തീർച്ചയായിട്ടും സാക്ഷി പറയാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാട്ടോ. അങ്ങനെ ജഡ്ജ് ശരണ്യയുടെ ഭാഗം കേൾക്കാനായിട്ട് തയ്യാറാവാണ്. ശരണ്യ ഉണ്ടായ കഥകൾ മുഴുവൻ പറയാണ്. ഞാൻ ഇതിക്ക് മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു, പ്രണയവിവാഹമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് 3 കള്ളന്മാർ കയറുമായിരുന്നു. കള്ളന്മാർ കയറി സ്വർണം മോഷ്ടിക്കുന്നതിനിടയിൽ എൻ്റെ ഭർത്താവിൻ്റെ തലക്കടിച്ചു. എൻ്റെ ഭർത്താവ് അവിടെയൊക്കെ തന്നെ കുഴഞ്ഞു വീണു. എനിക്ക് അത്യാവശ്യം കരാട്ടയും ഫൈറ്റും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവന്മാരെയൊക്കെ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ തലക്ക് അന്നടിച്ചവൻ മറ്റാരുമല്ല, ഈ നിൽക്കുന്ന വിക്രമാണ്. ഇവൻ എങ്ങനെയാണോ എൻ്റെ ഭർത്താവിനെ അടിച്ച് കീഴ്പ്പെടുത്തിയത്, അതുപോലെ തന്നെയാണ് ഇത്തവണ ആൽബിയേട്ടനെയും അടിച്ചിരിക്കുന്നത്. എന്തായാലും ആ സംഭവത്തോടുകൂടി എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അദ്ദേഹം അരയ്ക്ക് കീഴെ ഇപ്പോൾ തളർന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി. പക്ഷേ എന്നെ അവരാരും അംഗീകരിച്ചില്ല. ഇപ്പോഴും അതേ വേദനയോടുകൂടി തന്നെ ഞാൻ ജീവിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ, തെളിവ് സഹിതം കോടതിയുടെ മുമ്പിൽ കാര്യങ്ങൾ എത്തിക്കുക, വിക്രം എന്ന ഈ ക്രൂരന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇത് മാത്രമായിരുന്നു പിന്നീട് എൻ്റെ ലക്ഷ്യം. അതിനെ തുടർന്നാണ് ഞാൻ ഇവനെ വിവാഹം കഴിച്ചത്. എന്തായാലും ഇത് കേട്ട് നമ്മുടെ വിക്രം ആകെ അമ്പരക്കാണ്. കാരണം ശരണ്യയ്ക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്നുള്ളത് വിക്രത്തിന് അറിയില്ലല്ലോ. വിക്രവും പ്രകാശനും നിന്നങ്ങ് ഉരുകാണ് കേട്ടോ. പ്രകാശം വിക്രത്തെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. സത്യത്തിൽ പ്രകാശന് അറിയില്ലല്ലോ വിക്രമാണ് ഈ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. പ്രകാശന് കൺഫേം ആവാണ് വിക്രമാണ് ഈ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. വിക്രത്തെ രൂക്ഷമായിട്ട് പ്രകാശൻ നോക്കുകയാണ്. ദയനീയമായിട്ട് വിക്രം പ്രകാശൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഓരോ തെളിവുകളായിട്ട് നമ്മുടെ ശരണ്യ അവിടെ ഹാജരാക്കുകയാണ്. പിന്നെ അവൻ്റെ പാസ്റ്റിനെ കുറിച്ചും അവൻ ചെയ്തു കൂട്ടിയ ഓരോ കൊള്ളരുതായ്മയെക്കുറിച്ചിട്ടും പറയാണ്. സോണിയുടെ ജീവിതം ഇപ്പോഴും ഇതിക്ക് മുമ്പ് നശിപ്പിച്ചത് ഇവൻ തന്നെയാണ്. സോണിയിൽ ഇവനുണ്ടായ കുഞ്ഞിനെ വരെ അവൻ്റെ കുഞ്ഞല്ല എന്ന് തന്നെ അവൻ പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവൻ ചെയ്തു കൂട്ടി. ഇവൻ വെറുതെ ഒന്നും ശിക്ഷിക്കപ്പെടരുത്, ഇവൻ ഇഞ്ചിഞ്ചായിട്ട് തന്നെ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെ നമ്മുടെ ശരണ്യ അവിടെ ജഡ്ജിനോട് പറയാണ് കേട്ടോ. എന്തായാലും വിക്രത്തിന് സ്പോട്ടിൽ തന്നെ ശിക്ഷ വിധിക്കുകയാണ്. ജീവപര്യന്തമാണ് വിക്രത്തിന് വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല ശരണ്യയ്ക്കും കല്യാണിക്കും നഷ്ടപരിഹാരം, സോണിക്കും നഷ്ടപരിഹാരം കൂടെ കൊടുക്കേണ്ടതായിട്ട് വിക്രത്തിന് വരികയാണ് കേട്ടോ. പ്രകാശനാണെങ്കിൽ ആകെ കൂടെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ തൻ്റെ മകനോട് ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം ഇനി ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസം നമ്മുടെ പ്രകാശിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മകനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട് പ്രകാശന്. അതുപോലെ തന്നെയാണെങ്കിലും നമ്മുടെ കല്യാണിയുടെ ഈ വാദം എല്ലാം കേട്ട് കിരണും ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കല്യാണിക്ക് ഇത്രയധികം അറിവുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം കഴിവുണ്ട് എന്നുള്ളത് നമ്മുടെ കിരണും അതുപോലെ തന്നെ സോണിയും എല്ലാവരും മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ വക്കീലുമാരാണെങ്കിലും ഒരു വക്കീലിനേക്കാളും നല്ല രീതിയിൽ കല്യാണി വാദിച്ച് ജയിച്ചതിൻ്റെ ഒരു അമ്പരപ്പും രണ്ട് സൈഡിലെ വക്കീലുമാരുടെ മുഖത്തും കാണുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും കല്യാണി ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന് നല്ല രീതിയിലൊരു ശിക്ഷ വിധിക്കുകയാണ് ജഡ്ജ്. പ്രകാശനാണെങ്കിൽ തൻ്റെ മോൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇനി മേലാൽ നീ എന്നെ അച്ഛൻ വിളിക്കരുത്. കാരണം ഇനി എനിക്ക് നീ എന്നെ പോലൊരു മോനില്ല, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നീ എൻ്റെ വിശ്വാസമാണ് തകർത്തത്, എൻ്റെ ആഗ്രഹവും സ്വപ്നവും എല്ലാം നീ ഒറ്റയടിക്ക് തകർത്ത് കഴിഞ്ഞു. ഇനി നിന്നെ പോലൊരു മോൻ എനിക്ക് വേണ്ട എന്ന് തന്നെ വിക്രത്തിനോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് വിക്രത്തിനും വിഷമം വരികയാണ് കേട്ടോ. പ്രകാശം പൊട്ടി കരയാണ് കേട്ടോ തൻ്റെ മകനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ തനിക്കുണ്ടായ ദുരവസ്ഥ ഓർത്തിട്ട്. അപ്പോൾ എന്തായാലും കിരണും കല്യാണിയും ശരണ്യൊക്കെ നല്ല രീതിയിൽ സമാധാനിക്കുകയാണ്, ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ നമ്മുടെ കല്യാണിയുടെ ഉള്ളിലാണെങ്കിൽ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. കാരണം തൻ്റെ ആങ്ങളെയാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ദുരവസ്ഥ കണ്ട് സന്തോഷിക്കാൻ കല്യാണിക്ക് സാധിക്കുന്നില്ല. എന്നാലും ഒരു സമാധാനം നമ്മുടെ കല്യാണിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തതായിരുന്നു, അതിൽ നിന്നും കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ.